പവർ ഇലക്ട്രോണിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഓക്കെ, ഒരു ഡിസൈനർ എന്ത് സിസ്റ്റം ഉണ്ടാക്കുമ്പോഴും ആ ഡിസൈനർ ആദ്യം ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എ ഡിസൈനർ ഓൾവേസ് ഫോക്കസ് ഓൺ മിനിമൈസ് പവർ ലോസ് മിനിമൈസ് ചെയ്യുക. അടുത്തത് ഹൈ എഫിഷ്യൻസി സിസ്റ്റം. പവർ ലോസ് മിനിമൈസ് ചെയ്താൽ തന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഹൈ എഫിഷ്യൻസി സിസ്റ്റം, നല്ല എഫിഷ്യൻസി ഉള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും മൊബൈലിന്റെ എക്സാമ്പിളിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങി, അത് 4 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്തു, 2 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ മൊബൈലിന് നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല, അല്ലെ? നമ്മൾ 4 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്തു, ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറൊക്കെ നമുക്ക് അതിന്റെ ബാക്കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സിസ്റ്റം ആണെന്ന് പറയാം, അല്ലെ? അപ്പം ഒരു ഡിസൈനർ എപ്പോഴും നമുക്ക് ചെയ്യുന്നത് ഒരു പവർ ലോസ്, ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന പവർ ലോസ് മിനിമൈസ് ചെയ്യാനും ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാനാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാണ്, പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ് മൊത്തം ഹൈ എഫിഷ്യൻസി ഉള്ള സിസ്റ്റംസ് ആണ്. ഓൾ പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ് ആർ ഹൈ എഫിഷ്യൻസി സിസ്റ്റം, ഹൈലി എഫിഷ്യൻറ്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹൗ, എങ്ങനെയാണ്, ഹൗ വി ആർ അച്ചീവിങ് ദിസ്, അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. 2 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ഈസ് ഓൾ സെമി കണ്ടക്ടർ സ്വിച്ചസ് ആർ ഓപ്പറേറ്റഡ് ഇൻ കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. ഞാൻ ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പാർവതിയോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. പാർവതി ഒന്ന് മൈക്ക് ഓൺ ആക്കും. ഏതൊക്കെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ് ട്രാൻസിസ്റ്റർ എന്നുള്ളത്? ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ, കട്ട് ഓഫ്. ഏതൊക്കെ, ഓരോ റീജിയനിലും എന്തൊക്കെയാ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ആക്റ്റീവ് റീജിയനിൽ 2 ജംഗ്ഷൻസും എമിറ്റർ ബേസും കളക്ടർ ബേസും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ആക്റ്റീവ് റീജിയനിലോ? അല്ലല്ല, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും കളക്ടർ ബേസ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. ബേസ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കളക്ടർ കറണ്ട് ഉണ്ടാവുക. സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 ജംഗ്ഷൻസും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. 2 ജംഗ്ഷൻസും ഫോർവേഡ് ബയസ് ആയിരിക്കും. അതായത് ട്രാൻസിസ്റ്റർ ഈസ് ഇൻ സ്വിച്ച് ഓൺ കണ്ടീഷൻ, അല്ലെ? സ്വിച്ച് ഓൺ ആയ കണ്ടീഷനിലാണ് ട്രാൻസിസ്റ്റർ ഉള്ളത്. കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? കട്ട് ഓഫിൽ 2 ജംഗ്ഷൻസും റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്, അല്ലെ? അതായത് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടു എമിറ്റർ കറണ്ട് ഫ്ലോ ഒന്നും ഇല്ല. അപ്പം ഞാനിങ്ങനെ പറയാണ്, ഇതാണ് എൻ്റെ പോയിന്റ്. ഓൾ സെമി കണ്ടക്ടർ സ്വിച്ചസ് ആർ ഓപ്പറേറ്റഡ് ഇൻ കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ റീജിയൻ, അല്ലെ? അപ്പം എന്തുകൊണ്ടായിരിക്കും എന്താ പറയുക, പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ ആക്റ്റീവ് റീജിയനിൽ ഈ സെമി കണ്ടക്ടർ സ്വിച്ചസ് ഒന്നും ഉപയോഗിക്കാത്തത്? അതിന്റെ റീസൺ ഇതാണ്. ഇയാള് മൈക്ക് ഓഫാക്കിക്കോ, കുഴപ്പമില്ല. ആർക്കെങ്കിലും ആൻസർ അറിയോ? ഹലോ, ആരോ സംസാരിക്കുന്നത് തോന്നി എനിക്ക്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം അതിൻ്റെ. ഞാൻ അടുത്ത സ്ലൈഡ് എടുക്കുകയാണ്. ഇതൊരു ഐഡിയൽ സ്വിച്ച് ആണ്. ഐഡിയൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സാധാരണ എന്താ പറയുക, 2 ടെർമിനൽ ഉണ്ട്, 2 പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റ് ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റിലൂടെയും നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് ഉള്ളത്, അല്ലേ? സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സ്വിച്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഈ സ്വിച്ചിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? അത് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ, മൈക്ക് ഓൺ ആക്കിയിട്ട്? ഈ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഓഫ് ആണെങ്കിൽ, ഈ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഈ സ്വിച്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഈ സ്വിച്ചിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? കറണ്ട് 0 വോൾട്ടേജ് കറണ്ട് 0യും വോൾട്ടേജ് മാക്സിമം, അതായത് വി എസ്. ഇപ്പൊ നമുക്ക് ഇൻപുട്ടായിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത് വി എസ് ആണ്, അല്ലെ? ആ വി എസ് ആണ് വോൾട്ടേജായി വരിക. അപ്പം വെൻ എ സ്വിച്ച് ഈസ് ഓപ്പൺ, ഓക്കെ, രണ്ടാമത്തെ കേസാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത്. വെൻ എ സ്വിച്ച് ഈസ് ഓപ്പൺ,
there is no current flow to the load, so the voltage across the switch is equal to the voltage source. Then we can write that ISW, the current through the switch is 0 and VSW is equal to V source. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മളിപ്പം ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ റെസിസ്റ്ററിന്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ എന്ന് നമുക്ക് എഴുതാം. റെസിസ്റ്ററിന്റെ പവർ എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ എന്ന് എഴുതാം. ഈ ഒരു കേസിൽ നമ്മൾ വി ഇൻറ്റു ഐ എടുത്താൽ നമുക്ക് പവർ എത്രയാണ് കിട്ടുക? പവർ ഈസ് ഈക്വൽ ടു 0. അപ്പൊ സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത് പവർ 0 ആണ്. അതേപോലെ സ്വിച്ച് ക്ലോസ് ചെയ്തു, അതായത് ഞാൻ ഈ സ്വിച്ച് പ്രസ് ചെയ്തു, എന്ത് ചെയ്തു? അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുമ്പം ഈ രണ്ട് ടെർമിനൽ തമ്മിൽ കണക്ഷൻ ഉണ്ട്. വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്താണ് അവിടുത്തെ വോൾട്ടേജും കറണ്ടും? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ലെറ്റിൽ ഒരാളെ വിളിക്കാം, ദീപ്തി. ദീപ്തിക്ക് പറയാൻ പറ്റുമോ എന്താണ് അവിടുത്തെ ആ സ്വിച്ചിലൂടെയുള്ള വോൾട്ടേജും ആ സ്വിച്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജും അതിന്റെ സ്വിച്ചിലൂടെയുള്ള കറണ്ടും എന്തായിരിക്കും? കറണ്ട് മാക്സിമം ആയിരിക്കും. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ദ സ്വിച്ച്? വോൾട്ടേജ് അക്രോസ് സ്വിച്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ. രണ്ട് ടെർമിനലും ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇവിടെ രണ്ട് ടെർമിനലും തമ്മിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അക്രോസ് വോൾട്ടേജ് ആക്കിയാൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിന് ഈ ടെർമിനലിന് അക്രോസ് വോൾട്ടേജ് ആക്കിയാൽ 0 ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു രണ്ട് ടെർമിനലും സ്വിച്ച് ഓൺ ആക്കിയ ശേഷം ഇവിടെ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ഈ പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ വെൻ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ISW is equal to I load. ലോഡ് കറണ്ടിന് അല്ലെങ്കിൽ മാക്സിമം എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്, ലോഡ് കറണ്ടിന് ഈക്വൽ ആണ്. ആൻഡ് വോൾട്ടേജ് അക്രോസ് സ്വിച്ച് ഈസ് 0. സോ ഇൻ ദിസ് കേസ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് പവർ ഈസ് ഈക്വൽ ടു V into I. I is I load, V is 0, so power is equal to again 0. അപ്പോൾ നമ്മൾ വീണ്ടും പ്രീവിയസ് സ്ലൈഡിലേക്ക് പോവുകയാണ്. ഓൾ സെമി കണ്ടക്ടർ സ്വിച്ചസ് ആർ ഓപ്പറേറ്റഡ് ഇൻ കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. അപ്പം പവർ സ്വിച്ച് ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും പവർ കൺസ്യൂം ചെയ്യുന്നത് 0 ആണ്. ഐഡിയൽ കണ്ടീഷനിലാണ്, പക്ഷെ റിയൽ കണ്ടീഷനിൽ ചെറിയ രീതിയിൽ പവർ കൺസ്യൂം ചെയ്യും, പക്ഷെ അത് നെഗ്ലിജിബിൾ ആണ്. അപ്പം സ്വിച്ച് ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും ഇതുപോലെ തന്നെയാണ്, ഞാൻ നേരത്തെ കാണിച്ച കേസ് പോലെ തന്നെയാണ് ട്രാൻസിസ്റ്ററും വർക്ക് ആവുക. അപ്പം ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഓഫ് ആകുമ്പോഴും ഇതേ കേസ് തന്നെയാണ് നടക്കുക. അപ്പം അത് ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. പക്ഷെ ആക്റ്റീവ് റീജിയനിൽ നമ്മൾ ബേസ് കറണ്ട് കളക്ടർ കറണ്ട് ബേസ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഇത് കളക്ടർ കറണ്ട് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് വോൾട്ടേജ് അക്രോസ് സ്വിച്ച് ട്രാൻസിസ്റ്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ ആണ് സാച്ചുറേഷൻ, ഈ ഒരു റീജിയൻ ആണ് കട്ട് ഓഫ്, ഈ ഒരു റീജിയൻ ആണ് സാച്ചുറേഷൻ, ഈ ഒരു റീജിയൻ ആണ് ആക്റ്റീവ്. നമുക്കറിയാം കട്ട് ഓഫിൽ ഏതാണ്ട് കറണ്ട് 0 ആണ്. നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ഓഫ് ആവുന്ന കേസിൽ കറണ്ട് ഏതാണ്ട് മിനിമം ആണ്, 0 ആണ്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി 0 എന്ന് പറയുന്നു. വോൾട്ടേജ് മാക്സിമം ആണ്. അപ്പം V into 0, അതായത് VC into 0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, പവർ കൺസപ്ഷൻ 0 ആണെന്ന് പറയും. ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന സാച്ചുറേഷനിൽ കറണ്ട് നമ്മൾ നേരത്തെ കണ്ടു ലോഡ് കറണ്ടിന് ഈക്വൽ ആണ് അല്ലെങ്കിൽ മാക്സിമം ആണ്. വോൾട്ടേജ് 0 ആണ് ഓൾമോസ്റ്റ്, പക്ഷെ ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും, അത് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ 0 into I എടുത്തു കഴിഞ്ഞാൽ അവിടെയും പവർ 0 ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ നടുക്കത്തെ ആക്റ്റീവ് റീജിയനിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് VC IC എടുത്തു കഴിയുമ്പോൾ അത് രണ്ടും 0 അല്ല, അതിന് ഓരോ വാല്യൂസ് ഉണ്ട്. സോ ഇഫ് യു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പവർ ലോസ് ഉണ്ടാവും. അപ്പം ഏത് സ്വിച്ച് ആക്റ്റീവ് റീജിയനിൽ ഉപയോഗിക്കുന്നോ ആ സമയം അതിന് പവർ ലോസ് ഉണ്ടാവും. അപ്പം അങ്ങനെ ആണ് നമ്മൾ ആംപ്ലിഫയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പവർ ലോസ് ഉണ്ടാവുന്ന സർക്യൂട്ടുകളാണ്. അപ്പം പവർ ഇലക്ട്രോണിക്സിന്റെ കേസിൽ നമ്മൾ എല്ലാ സ്വിച്ചസും ആക്റ്റീവ് റീജിയനിൽ ഉപയോഗിക്കില്ല. നമ്മൾ കട്ട് ഓഫ് റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലും മാത്രമേ ഉപയോഗിക്കൂ.
അതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്താ? ദ പവർ ലോസ് വിൽ ബി minimum or 0. Next is second point is we'll be using high frequency transformer everywhere. എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ആണ്. അപ്പം ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂടുന്തോറും ഇൻഡക്റ്റീവ് സർക്യൂട്ടുകളിൽ ഉണ്ടാകുന്ന ലോസസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിന് നോർമൽ 50 ഹെർട്സ് ട്രാൻസ്ഫോമറിനേക്കാളും ലോസസ് കുറവായിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പം ടോപ്പിക് ഇതായിരുന്നു. വി ആർ കമ്പയറിംഗ് ബിറ്റ്വീൻ ലീനിയർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ്. Power electronics have more advantage than linear electronics. We have two reasons for that. First one is all semiconductor switches are operated in cutoff and saturation region. There is no power loss when that switch is working in both operating condition. And the second point is we are using high frequency transformers in power electronic switches. Circuits. ഈ ഒരു പോയിന്റ് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മൂന്നാമതൊരു പോയിന്റ് എഴുതിയത്. നമ്മൾ കമ്പയർ ചെയ്യാണ് ട്രാൻസിസ്റ്റർ വോൾട്ടേജ് റെഗുലേറ്റർ വേഴ്സസ് പവർ ഇലക്ട്രോണിക്സ് ബേസ്ഡ് സർക്യൂട്ട്. ഒരു ട്രാൻസിസ്റ്റർ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് അതും പവർ ഇലക്ട്രോണിക് സർക്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഈ സർക്യൂട്ടിന്റെ വർക്കിംഗ് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇത് നിങ്ങൾ പഠിച്ചതാണ്. ട്രാൻസിസ്റ്റർ ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്യൂട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് തോന്നുന്നു മേ ബി ഇൻ ദ 3rd സെമിസ്റ്റർ ഓർ 4th സെമിസ്റ്റർ. ഹർഷന് പറയാൻ പറ്റുമോ ഈ സർക്യൂട്ട് എങ്ങനെയാ വർക്ക് ചെയ്യാം? അപർണ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അപർണ രാംദാസ്, ഞാനത് മെസ്സേജ് കണ്ടിട്ടില്ല. സാർ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടോ? സാർ ഇടയ്ക്ക് ഓഡിയോ കട്ടാവും, പിന്നെ ആദ്യം കണ്ടില്ല. ഇപ്പം കുഴപ്പമില്ല, വീഡിയോ കുഴപ്പമില്ല, ഓഡിയോ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആർക്കെങ്കിലും ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സർക്യൂട്ട് ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ, ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്മളിതിൽ ഇതൊരു ട്രാൻസിസ്റ്റർ ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അതായത് വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ. സോ ഹിയർ വി വിൽ ബി ഹാവിങ് എ ട്രാൻസ്ഫോമർ. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. Transformer is normal transformer working with the 50 hertz frequency. So that transformer will step down the AC voltage. Again it will get rectified. This is a bridge rectifier circuit. So here we have a transistor which is working in active region. Active region lo work cheyna oru transistor aanu ullathu. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് നിങ്ങൾ പണ്ട് പഠിച്ച ഒരു സർക്യൂട്ട്. ഇത് നിങ്ങൾ പഠിച്ചതാണ്, എനിക്ക് ഉറപ്പാണ്. ഇത്ര ഒക്കെ കപ്പാസിറ്ററും റെസിസ്റ്ററും സെനഡയോഡൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഈ ഒരു ട്രാൻസിസ്റ്റർ സീരീസ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സർക്യൂട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഇൻ ദിസ് കേസ് ദ പ്രോബ്ലം ഈസ്, ആസ് ഐ സെഡ് earlier, we are using a 50 hertz transformer and our switch is in active region. So here there will be a possibility of power loss, and also here also there will be a possibility of power loss. So this circuit, if you check the efficiency of the circuit, it will be less because of these two reasons. But if you go to ഈ സർക്യൂട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിളിന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിരുന്നതാണ്. But if you go to the next circuit, this is a same voltage regulator circuit made using power electronics, based on power electronics concept. Here we will be using a rectifier circuit to convert. If the input is AC, we will be using a rectifier circuit to convert it into DC. And here we have a high frequency transformer. This is not normal transformer. This is a high frequency transformer. And here there is a switch which is operated in saturation and cutoff region. On and off മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്. അപ്പം ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആപ്ലിക്കേഷനാണ്. നമ്മുടെ പവർ ലോസസ് മിനിമം ആയിരിക്കും. കാരണം എന്താ? ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്വിച്ച്, അത് ആക്റ്റീവ് റീജിയനിലല്ല യൂസ് ചെയ്യുന്നത്, സാച്ചുറേഷനും കട്ട് ഓഫിലുമാണ് യൂസ് ചെയ്യുന്നത്.
ഈ സർക്യൂട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഞാനൊരു ഇതാണ് നിങ്ങളുടെ ഈ ഒരു സർക്യൂട്ടാണ് നിങ്ങളിപ്പം മോസ്കിറ്റോ ബാറ്റ് അല്ലെങ്കിൽ മൊബൈൽ ചാർജറിൻ്റെ ഒക്കെ ഉള്ളിലുള്ള സർക്യൂട്ട്. നിങ്ങൾക്ക് മോസ്കിറ്റോ ബാറ്റൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ട്രാൻസ്ഫോമർ കാണും. സാധാരണ ഇവിടെ കാണുന്ന പോലെയല്ല, വെയിറ്റ് ഇല്ലാത്ത ചെറിയൊരു ട്രാൻസ്ഫോമർ കാണും. അതെന്ന് പറയുന്നത് ഈ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. അപ്പം എനിക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായി തോന്നുന്നു. അതായത് എന്താണ് നമ്മൾ പഠിച്ചത്? പവർ ഇലക്ട്രോണിക്സ് വേഴ്സസ് ലീനിയർ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ നമ്മൾ ദ അഡ്വാൻറ്റേജ് ഓഫ് പവർ ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലെങ്കിൽ ദ അഡ്വാൻറ്റേജ് ഓഫ് സർക്യൂട്ട് വിച്ച് ഈസ് മെയ്ഡ് യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് പവർ ഇലക്ട്രോണിക്സ് ഈസ് the losses are minimum and efficiency is very high because of two reasons. First one is we are using a high frequency transformer. Losses of high frequency transformer is lesser than the low frequency normal daily use transformer. And second point is all switches are operated in saturation and cutoff region, not in active region. എല്ലാവരും എനിക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഓക്കെ, ഇനി ഈ മോഡ്യൂളിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് എന്നും അവയുടെ ക്യാരക്ടറിസ്റ്റിക്സുമാണ്. സോ ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പവർ ഇലക്ട്രോണിക് സ്വിച്ചസ്. പവർ എന്ന് പറഞ്ഞ വേർഡ് മുമ്പിൽ കാണുന്നത് കൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഡയോഡ് ഓൾമോസ്റ്റ് നമ്മൾ ഡയോഡ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പവർ ഡയോഡ്. ദെൻ വി ഹാവ് BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ദെൻ IGBT, insulated gate bipolar transistor, MOSFET, then GTO, gate turn off thyristor, MCT, MOS controlled thyristor. അപ്പം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ പവർ ഡയോഡ്, BJT, IGBT, MOSFET, GTO. GTOന്റെ സ്ട്രക്ചർ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരും, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അതൊക്കെയാണ് ഇനി മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് പവർ ഇലക്ട്രോണിക് സ്വിച്ച്. ഇതിൽ നിങ്ങൾ പവർ ഡയോഡ് ഓൾറെഡി പഠിച്ചതാണ്, BJT ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എനിക്ക് IGBTയുടെ കാര്യത്തിൽ എനിക്ക് പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. MOSFET നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. GTOയും IGBTയും നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടി വരും. ഓക്കെ, BJT ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ BJT ആൻഡ് MOSFET? ഞാൻ സനിലയോട് ചോദിക്കാം. സനില, can you explain me what is the difference between BJT and MOSFET? ഒരു ഡിസ്കഷന് വേണ്ടി മാത്രം, അല്ലാണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അങ്ങനെയല്ല, ഡിസ്കഷന് വേണ്ടി മാത്രം. സനില, ഒരു ഒന്ന് രണ്ട് ഡിഫറൻസ് പറയാൻ പറ്റുമോ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ BJT ആൻഡ്? ഒന്ന് ക്ലിയർ ആയില്ല, ഒന്നും കൂടെ പറയോ? മോസ്ഫെറ്റ് ഹൈ പവർ ആപ്ലിക്കേഷൻ അല്ലേ യൂസ് ചെയ്യുന്നത്. BJTയോ? BJT ലോ കറന്റ് ആപ്ലിക്കേഷൻ. നേരെ തിരിഞ്ഞു പോയി തോന്നുന്നു. അതായത് BJT എന്ന് പറയുന്നത് കുറച്ച് ഹൈ പവർ ആപ്ലിക്കേഷനും MOSFET എന്ന് പറയുന്നത് ലോ പവർ ആപ്ലിക്കേഷനാണ്. എന്താണ് MOSFETന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഹൈ സ്വിച്ചിങ് സ്പീഡാണ് MOSFETന്, BJTക്ക് സ്വിച്ചിങ് സ്പീഡ് കുറവാണ്. ക്ലിയർ അല്ലേ? അതായത് കൂടുതൽ പവറിന് യൂസ് ചെയ്യുമ്പോൾ, കൂടുതൽ പവറുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ സ്വിച്ചിങ് സ്പീഡ് കുറയും. പവർ റേറ്റിംഗ് കൂടുമ്പോൾ സ്വിച്ചിങ് സ്പീഡ് കുറയും. ഇപ്പം IGBT എന്ന് പറയുന്ന കോമ്പണന്റ് എന്ന് പറയുന്നത് BJTയുടെയും MOSFETന്റെയും ചേർത്തുണ്ടാക്കിയ ഒരു കോമ്പണന്റ് ആണ്. അപ്പം മീഡിയം സ്വിച്ചിങ് സ്പീഡും മീഡിയം പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയാണ് വരും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കോമ്പണന്റ് എടുക്കാം, പവർ ഡയോഡ്. നമുക്കറിയാം പവർ ഡയോഡും സാധാരണ ഡയോഡ്, നമുക്കിപ്പം വാട്ട് എവർ യു ആർ സീയിങ് ഇൻ ദ സ്ക്രീൻ ഈസ് ലൈക്ക് നോർമൽ ഡയോഡ് സിംബൽ. ദർ ആർ 2 ടെർമിനൽ, ആനോഡ് ആൻഡ് കാഥോഡ്. 2 ടെർമിനലുള്ള സാധാ ഡയോഡാണ് കാണുന്നത്. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. ഇഫ് യു ഒബ്സർവ് ദിസ് ഫിഗർ, നോർമലി നമുക്കറിയാം പവർ ഡയോഡ് എന്ന് പറയുന്നത് 2 റീജിയൻ, പി റീജിയൻ എൻ റീജിയനും കൂടി ചേർന്നിട്ട് PN ജംഗ്ഷൻ ആണ് നമ്മൾ ഡയോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പവർ ഡയോഡിന്റെ കേസിൽ വി ഹാവ് വൺ മോർ റീജിയൻ, ദാറ്റ് ഈസ് N- റീജിയൻ.
പി പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി ഡോപ്ഡ് പി റീജിയൻ ആണ് പി പ്ലസ് എന്ന് പറയാം. എൻ പ്ലസ് എന്ന് പറയുന്നത് ഹൈലി ഡോപ്ഡ് എൻ റീജിയൻ ആണ്. എൻ മൈനസ് എന്ന് പറയുന്നത് എന്താ പറയുക, മോഡറേറ്റ്ലി ഡോപ്ഡ് അല്ലെങ്കിൽ ലൂസ്ലി ഡോപ്ഡ് എൻ റീജിയൻ ആണ് പറയുക. അപ്പം പവർ ഡയോഡിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ദ സ്ട്രക്ചർ ഓഫ് പവർ ഡയോഡ് ഈസ് PIN സ്ട്രക്ചർ. നമ്മുടെ ഡയോഡിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു? PN സ്ട്രക്ചർ ആയിരുന്നു. PN. ഇതിനിടയ്ക്ക് PIN സ്ട്രക്ചർ ആണ് പവർ ഡയോഡിന്റെ കേസിൽ. എന്താണ് ഈ I എന്ന് പറയുന്നത്? ഇൻട്രിൻസിക് റീജിയൻ ആണ്. ഇൻട്രിൻസിക് റീജിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇൻട്രിൻസിക് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. അപ്പം I എന്ന് പറയുന്നത് ഇൻട്രിൻസിക് റീജിയൻ ആണ്. അപ്പോൾ പവർ ഡയോഡിന്റെ സ്ട്രക്ചർ സാധാ ഡയോഡിന്റെ സ്ട്രക്ചർ പോലെയല്ല. ദർ ഇസ് എ ഡിഫറൻസ്. ദാറ്റ് ഡിഫറൻസ് ഇസ് വി ഹാവ് ആൻ ഇൻട്രിൻസിക് റീജിയൻ ബിറ്റ്വീൻ P and N region. So what will be the purpose of this? പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാ ഡയോഡാണെങ്കിൽ സാധാ ഡയോഡ് നമ്മൾ ഇങ്ങനെ വരക്കും. ഒരു P റീജിയൻ, ഒരു N റീജിയൻ. അർച്ചിത ഒന്ന് മൈക്ക് ഓൺ ആക്കും. P റീജിയനിലെ മെജോറിറ്റി കാരിയർ എന്താ? ഹോളാണോ ഇലക്ട്രോൺ ആണോ? P region ഹോൾസ് ആണ് മെജോറിറ്റി കാരിയർ അല്ലേ? N റീജിയനിലെ മെജോറിറ്റി കാരിയർ എന്താ? ഇലക്ട്രോൺസ്. ഓക്കെ. അപ്പം നമ്മൾ ഇതാണ് സാധാരണ നമ്മൾ ഡയോഡിന്റെ കേസിൽ PN ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന്റെ എന്താ പറയുക, നമ്മൾ പണ്ട് പഠിച്ച പോലെ ഡിഫ്യൂഷൻ ഒക്കെ കൊണ്ട് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ടാവും. ഈ ജംഗ്ഷന്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കും. അപ്പം ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ അല്ലെ. ഒരു റിവേഴ്സ് ബയാസിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡയോഡ് ഡാമേജ് ആയി പോകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ജംഗ്ഷന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ജംഗ്ഷൻ വിഡ്ത്ത് വളരെ കുറവായതുകൊണ്ടാണ്. ആ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻട്രിൻസിക് റീജിയൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഇൻട്രിൻസിക് റീജിയൻ അതിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരു റീജിയൻ കൂടെ വരും. ഫസ്റ്റ് P റീജിയൻ, അതിനുശേഷം സെക്കൻഡ് I റീജിയൻ, പിന്നെ ഒരു N റീജിയൻ. അങ്ങനെ ഒരു PIN സ്ട്രക്ചറാണ് നമുക്ക് എന്ത് ചെയ്യാം? പവർ ഡയോഡിന്റെ കേസിൽ വരിക. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വിഡ്ത്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു വിഡ്ത്ത് എന്ന് വളരെ കൂടുതലായിരിക്കും. ബേസിക്കലി നമുക്കറിയാം, നിങ്ങൾ SSDയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് PN ജംഗ്ഷൻ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. ഈ കപ്പാസിറ്റൻസ് നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് ഈസ് മോർ ദെൻ നമുക്ക് കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു എപ്സിലോൺ A/D ആണ്. ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കപ്പാസിറ്റൻസ് കുറവായിരിക്കും. കപ്പാസിറ്റൻസ് കുറവാണെങ്കിൽ റിയാക്റ്റൻസ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു കൂടുതൽ റിയാക്റ്റൻസ് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഹൈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും പവർ ഡയോഡിന് ഉണ്ടാവുക. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. പവർ ഡയോഡിന് ഹൈ റിവേഴ്സ് വോൾട്ടേജ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻട്രിൻസിക് റീജിയൻ ഈ P റീജിയനും N റീജിയനും ഇടയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റീജിയൻ പ്ലേസ് ചെയ്തത് കൊണ്ട് എന്തായാലും കുറച്ച് അഡ്വാൻറ്റേജസും കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ഓൺ ആവാനും ഓഫ് ആവാനുമുള്ള ടൈം റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഇൻട്രിൻസിക് റീജിയന് ചെറിയൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. അപ്പം ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ഒരു സർക്യൂട്ടിന് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ദ പവർ ഡയോഡ് സ്ട്രക്ചർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം നോർമൽ diode structure. What is the difference? There is an intrinsic region between P and N region. So what is the use of that intrinsic region? Because of that intrinsic region, a high reverse voltage can be applied across PN junction. PN junction across ഒരു high reverse voltage apply ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും.
ഞാനത് വായിക്കാൻ പോവാണ് അടുത്ത സ്ലൈഡിൽ. എ പവർ ഡയോഡ് ഹാസ് എ PIN സ്ട്രക്ചർ ആസ് കമ്പയർഡ് ടു ദ സിഗ്നൽ ഡയോഡ് ഹാവിംഗ് എ PN സ്ട്രക്ചർ. I stand for intrinsic semiconductor layer to bear high level reverse voltage as compared to the signal diode. അതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. ഹൈ ലെവൽ റിവേഴ്സ് വോൾട്ടേജ് വിസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻട്രിൻസിക് റീജിയന്റെ പണി. ബട്ട് there is a drawback. The drawback of this intrinsic layer is that it adds a noticeable resistance during forward biased condition. Forward biasൽ നോട്ടീസബിൾ റെസിസ്റ്റൻസ് അത് ആഡ് ചെയ്യും. ഇങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പം ഈ ഡയോഡിൽ ചെറിയൊരു പവർ കൺസപ്ഷൻ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കൂളിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം ഐ റീജിയൻ അല്ലെങ്കിൽ ഇൻട്രിൻസിക് റീജിയൻ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ഹൈ റിവേഴ്സ് വോൾട്ടേജ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് നോട്ടീസബിൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ നോട്ടീസബിൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റും കൂടെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തോട്ടെ, എനിക്ക് ഈ ഒരു ടോപ്പിക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യട്ടെ. എല്ലാവരും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്. നമ്മളെ ടൈം ഓൾറെഡി കഴിഞ്ഞു. എനിക്ക് പിന്നെ ദിവ്യ മിസ്സും കൂടെ ക്ലാസ് എടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് അവർ പോയി. അത് എനിക്കിതും കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ്. ഒരു ചെറിയൊരു കാര്യം, കാരണം നിങ്ങൾക്ക് അറിയുന്നതാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പവർ ഡയോഡ്. നമ്മളിതിനെ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക് ആയിട്ടല്ല, പഴയ നിങ്ങളുടെ ഡയോഡുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, BI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ IV ക്യാരക്ടറിസ്റ്റിക്സ്, ആംബിയർ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പറയുന്നത്. അപ്പം അതായത് കണ്ടിന്യൂസ്ലി വേരിയിങ് അല്ലാത്തൊരു ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിനാണ് നമ്മൾ സാധാരണ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക. ഒരു വേരിയിങ് സിഗ്നൽ അല്ലാതെ വെച്ച് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിന്. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡയോഡിന്റെ കേസിൽ BI ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത് X ആക്സിസിലുണ്ട്, കറണ്ട് ഇവിടെയുണ്ട്. ഇപ്പൊ ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും ഫോർവേഡ് ബയാസ് കാണിക്കുന്നത്. ഇവിടെ മൈനസ് വോൾട്ടേജ് ഉണ്ട്, മൈനസ് കറണ്ട് ഉണ്ട്. ഇതാണ് റിവേഴ്സ് ബയാസിങ്ങിനെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഫോർവേഡ് ബയാസ് ഡയോഡ് ആക്കുമെന്ന് നമുക്കറിയാം. ഫോർവേഡ് ബയാസിൽ പോസിറ്റീവ് സപ്ലൈ ഈസ് കണക്റ്റഡ് ടു P റീജിയൻ, നെഗറ്റീവ് സപ്ലൈ ഈസ് കണക്റ്റഡ് ടു N റീജിയൻ. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ആ ഡയഗ്രാം ഓർമ്മ വേണം, വോൾട്ട്മീറ്റർ അമ്മീറ്റർ ഒക്കെ കണക്ട് ചെയ്യുന്നത്. അതേപോലെ റിവേഴ്സ് ബയാസിലാണെങ്കിൽ പോസിറ്റീവ് സപ്ലൈ ഈസ് കണക്റ്റഡ് ടു N റീജിയൻ, നെഗറ്റീവ് സപ്ലൈ ഈസ് കണക്റ്റഡ് ടു, അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സപ്ലൈ ഈസ് കണക്റ്റഡ് ടു P റീജിയൻ. അങ്ങനെയാണ് റിവേഴ്സ് ബയാസിൽ വരിക. അങ്ങനെയാണ് നമ്മളിത് പ്ലോട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്. Exactly, it almost looks similar to the VI characteristics what you are did for normal diode. നിങ്ങൾ സാധാരണ നോർമൽ ഡയോഡിന് ചെയ്ത അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബട്ട് ദർ ഇസ് ഓൺലി എ സ്മോൾ ഡിഫറൻസ്. ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രം ഉണ്ട്. നമ്മൾ പറയാം ഫോർവേഡ് ബയാസിൽ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ്, ആഫ്റ്റർവേർഡ്സ് ഇറ്റ് ഈസ് ലീനിയർലി ചേഞ്ചിങ് എന്നാണ് പറയുക. നോർമൽ ഡയോഡിന്റെ കേസിൽ നമുക്ക് ആ ഔട്ട്പുട്ട് കറണ്ടിന്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ, നിങ്ങൾ പണ്ട് SSD പഠിക്കുന്ന സമയത്ത് കറണ്ടിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഒരു എക്സ്പോണൻഷ്യൽ ഡെറിവേഷനാണ് നിങ്ങൾക്ക്, ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എക്സ്പോണൻഷ്യലി ആയിട്ടാണ് അത് വേരി ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം ലീനിയർ ആയിട്ട്. അപ്പോൾ ഈ ഒരു കേസിൽ പവർ ഡയോഡിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ഇൻട്രിൻസിക് റീജിയൻ ഉള്ളതുകൊണ്ട് ആ റീജിയൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എക്സ്പോണൻഷ്യൽ റീജിയൻ എന്നുള്ളത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ലീനിയർ ആയിട്ടാണ് നമ്മുടെ VI ക്യാരക്ടറിസ്റ്റിക്സിൽ ഫോർവേഡ് ബയാസ്ഡ് റീജിയൻ കാണുക. റിവേഴ്സ് ബയാസ് റീജിയൻ നേരത്തെ പറഞ്ഞ പോലെ സിമിലർ, സാധാരണ ഡയോഡുമായിട്ട് സിമിലർ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, അതായത് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമത്തിലെത്തി ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അങ്ങനെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ആ ബ്രേക്ക് ഡൗണിന് സംഭവിക്കുന്ന പോയിന്റാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് പവർ ഡയോഡിന്റെ കേസിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ഹയർ വോൾട്ടേജിലാണ്, ലോവർ വോൾട്ടേജിലല്ല. ബാക്കിയെല്ലാം എക്സാക്ട്ലി സിമിലർ ടു നമ്മൾ പഠിച്ച ഡയോഡിലാണ്, ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം ഫോർവേഡ് ബയാസിൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ പണ്ട് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഇനീഷ്യലി ഇത് വോൾട്ടേജ് എന്താ പറയുക, സപ്ലൈ വോൾട്ടേജ് 0 ആണ്. സ്ലോലി വി വിൽ ബി ഇൻക്രീസിങ് വോൾട്ടേജ് 0.1, 0.2, 0.3, 0.4
and when voltage, in the case of silicon diode, when the voltage reaches 0.7 voltage, എന്താ സംഭവിക്കുന്നത്, the electric field അല്ലെങ്കിൽ ആ ജംഗ്ഷൻ ബ്രേക്ക് ആവും. the junction ബ്രേക്ക് ആയിട്ട് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് എന്താ പറയുക പവർ ഡയോഡിൽ സംഭവിക്കുന്നത്. 0.1, 0.2, 0.3 അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ പവർ ഡയോഡിന്റെ കേസിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. നീ വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. ആ ഒരു വോൾട്ടേജിൽ എത്തുന്ന സമയത്ത് ജംഗ്ഷൻ ബ്രേക്ക് ആവും, കറണ്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ പണ്ട് പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഡയഗ്രാം അത് സെയിം തന്നെ, ഗ്രാഫും സെയിം തന്നെ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ അത്ര എക്സ്പോണൻഷ്യൽ അല്ല നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓൾമോസ്റ്റ് ലീനിയർ ആണ്. ആ ഒരു കാര്യമാണ് നോട്ട് ചെയ്യേണ്ടത്. പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ലീനിയാരിറ്റി പറയുന്നതിന്, ലീനിയാരിറ്റി എന്തുകൊണ്ടാണ് ആ ലീനിയാരിറ്റി വന്നതെന്ന് വെച്ചാൽ ആ ഇൻട്രിൻസിക് റീജിയന്റെ റെസിസ്റ്റൻസ് കൊണ്ടാണ്. അപ്പോൾ അതേപോലെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് വോൾട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയണം, സാധാരണ ഡയോഡ് പോലെ തന്നെയാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. എന്താ, ഈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ഹയർ വോൾട്ടേജിലാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതും കൂടെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതൊന്ന് വായിച്ചു നോക്കാം. Cut-in voltage is the value of the minimum voltage VA to make the diode work in forward conducting mode. Thus, cutting voltage of signal diode അല്ലെങ്കിൽ സിലിക്കൺ ഡയോഡിന്റെ കേസിൽ 0.7 ആണ്, ജെർമേനിയത്തിൽ 0.3 ആണ്, നമ്മൾ പഠിച്ചതാണ്. while in the power diode is 1 volt. 1 വോൾട്ട് ആണ് പവർ ഡയോഡ്. കട്ടിൻ വോൾട്ടേജ് ഓർമ്മയായില്ല നിങ്ങൾക്ക്? ഈ ഏതാണ്ട് ഈ ഒരു പോയിന്റിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ കട്ടിൻ വോൾട്ടേജ് അല്ലെങ്കിൽ VK എന്ന് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന നീ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ടിൻ വോൾട്ടേജ് എന്ന് പറയും. Under forward bias condition, the signal diode current increases exponentially, then increases linearly. എക്സ്പൊണൻഷ്യൽ ആയിട്ട് സിഗ്നൽ ഡയോഡിന്റെ കേസിലാണ് എക്സ്പൊണൻഷ്യൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യും, പിന്നെ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് പവർ ഡയോഡ് ഇറ്റ് ഓൾമോസ്റ്റ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജിന് ലീനിയർ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുക. എന്താണ് അതിന്റെ റീസൺ? The reason is because of the intrinsic region. Intrinsic region act as a resistance. Okay, ക്ലിയർ ആയോ? അപ്പോൾ ഒന്നും കൂടെ പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ്, അത് നോക്കി. അതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ അതൊരു ചെറിയ ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 പോയിന്റാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഒന്നെന്ന് വെച്ചാൽ കട്ട് ഓഫ് റീജിയണിലോ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയണിലോ ആണ് പവർ സെമി കണ്ടക്ടർ സ്വിച്ചസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുക, ആക്റ്റീവ് റീജിയണിലല്ല. അതുകൊണ്ട് ലോസസ് മിനിമം ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ആണ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് ലോസസ് മിനിമം ആയിരിക്കും. അപ്പോൾ ഈ 2 സർക്യൂട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അതിനുശേഷം പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് എന്തൊക്കെയാണെന്ന് കണ്ടു. പവർ ഡയോഡ്, BJT, IGBT, മോസ്ഫെറ്റ്, GTO, അതുപോലെ തന്നെ MCT, ഇതൊക്കെ നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ പവർ ഡയോഡിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. PIN സ്ട്രക്ചർ, അതാണ് നമ്മൾ പഠിച്ചത്. ഇൻട്രിൻസിക് ലെയർ ഉണ്ട് PN ജംഗ്ഷന് ഇടയിൽ. ഈ ഇൻട്രിൻസിക് ലെയർ എന്തിനാണ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ റിവേഴ്സ് വോൾട്ടേജ് കിട്ടാനാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫോർവേഡ് ബയാസിക് കണ്ടീഷനിൽ ചെറിയൊരു റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ സ്റ്റാറ്റിക് ക്യാര പഠിച്ചു. ഞാൻ പറഞ്ഞു എക്സാക്ട്ലി സിമിലർ ടു VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിഗ്നൽ ഡയോഡ് അല്ലെങ്കിൽ നോർമൽ ഡയോഡ്, ബട്ട് ദർ ഇസ് എ സ്മോൾ ഡിഫറൻസ്. എന്താണ്? ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൾമോസ്റ്റ് ലീനിയർ ആണ് ആൻഡ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ഹൈ റിവേഴ്സ് വോൾട്ടേജിലാണ്. എല്ലാവരും ക്ലിയർ അല്ലേ? അഭിജിത്തിന്റെ റെസ്പോൺസ് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാവരും വിശന്ന് ബുദ്ധിമുട്ടായി തോന്നി. ഓക്കെ, ഒരു 10 മിനിറ്റ് ആദ്യം എടുത്തു. സോറി. ശ്രദ്ധിക്കാൻ ഞാനിതിന്റെ PPT അയച്ചു തരും. ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. പോയി ഭക്ഷണമെല്ലാം കഴിക്കുക. ഈ VI ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ഓർത്തെടുക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.